GT എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം നാളെ സ്റ്റേറ്റ് സിലബസിന്റെ 9ാം ക്ലാസ്സിന്റെ ലാസ്റ്റ് ഇയർ എക്സാം നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എങ്ങനെ എക്സാമിൽ 5 മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു ചോദ്യമാണ് നമ്മൾ പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സിൽ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് മൊത്തം 8 മാർക്കിന്റെ വെയിറ്റേജ് ആണ് ഉണ്ടായിരിക്കുക. 8 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ക്വസ്റ്റൻ പഠിച്ചാൽ ഈ മാർക്ക് നമുക്ക് കിട്ടും. ഇതെങ്ങനെയാണ് നമുക്ക് നോക്കുന്നത്? ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ചോദ്യം ഇതാണ്: ദ ഹൈറ്റ്സ് ആൻഡ് നമ്പർ ഓഫ് ദ സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ആർ ഗിവൺ ബിലോ. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണവും ഹൈറ്റ്സും തന്നിട്ടുണ്ട്. ഹൈറ്റ് എന്ന് പറയുന്നത് 145 to 147 സെന്റിമീറ്റർ. അപ്പോൾ ഒരു റേഞ്ച് ആണ് തന്നിരിക്കുന്നത് അല്ലേ? അത് 8 കുട്ടികൾക്ക് ആ ഹൈറ്റ് ഉണ്ട്. 147 to 149 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ളത് 11 കുട്ടികളാണ്. 149 to 151 ഹൈറ്റ് ഉള്ളത് 15 കുട്ടികൾക്കാണ്. 151 to 153 8 ആണ്. 153 to 155 5 കുട്ടികൾക്കാണ്. 155 to 157 3 കുട്ടികൾക്കാണ്. അത് നമ്മൾ കാണാൻ പറഞ്ഞിരിക്കുന്നതാണ് ഈ ക്ലാസ്സിലെ കുട്ടികളുടെ ടോട്ടൽ ഹൈറ്റ് എങ്ങനെയാണ്. കാൽക്കുലേറ്റ് ദ മീൻ ഹൈറ്റ്. ഇതാണ് രണ്ട് ചോദ്യം. അപ്പോൾ ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഹൈറ്റ് വരുമ്പോൾ ടോട്ടൽ ഹൈറ്റ് കണ്ടുപിടിക്കാൻ ആ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, പ്രോബ്ലം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ ക്ലാസിന്റെ റേഞ്ച് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് ടേബിൾ വരയ്ക്കണം. ആ കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. നമ്മൾ ടേബിൾ ഹൈറ്റ് എഴുതി എന്ത് ചെയ്യണം? ക്ലാസ് മാർക്ക് അല്ലെങ്കിൽ അതിന്റെ ഈ 145 to 147 മിഡ് പോയിന്റ് 146 ആണ്. 140 147 മിഡ് പോയിന്റ് എന്ന് പറയുന്നത് 146 ആണ്. അപ്പോൾ നമുക്ക് ഇതിനിടയിലുള്ള സംഖ്യ 146 ആണ് അറിയാം. ഈ വലിയ സംഖ്യകളാണെങ്കിൽ ഫസ്റ്റ് ഡിജിറ്റും ഫസ്റ്റ് സംഖ്യയും ലാസ്റ്റ് സംഖ്യയും കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ മിഡിലുള്ള ഡിജിറ്റ് കിട്ടും. അപ്പോൾ ഇത് വളരെ ഈ കേസിൽ വളരെ സിമ്പിൾ ആണ്. കാരണം ഇതിന്റെ വ്യത്യാസം ഒരു 2 ആണ്. മിഡിലെ നമ്പർ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നുള്ളത് അങ്ങനെ തന്നെ ഒരു കോളം എടുത്ത് എഴുതുക. ഈ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 146 സെന്റിമീറ്റർ ആവറേജ് ഹൈറ്റ് ആയിട്ട് 8 കുട്ടികളാണുള്ളത്. 146 into 8 that is 1168. ഇവിടെ നമുക്ക് ഈ 1168 എങ്ങനെ കിട്ടിയത്? 146 into 8 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 1168 കിട്ടിയത്. അതുപോലെ 148 into 11 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1628 കിട്ടും. അതുപോലെ 150 into 15 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2250 കിട്ടും. 150 into 8 ചെയ്യുമ്പോൾ 1216 കിട്ടും. 154 into 5 ചെയ്യുമ്പോൾ 770 കിട്ടും. 154 into 3 ചെയ്യുമ്പോൾ 468 കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യണം? ഇത് കൃത്യമായിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഒരേപോലെ തന്നെയാണ് ഡിജിറ്റ്സ് എഴുതാന്നുണ്ടെങ്കിൽ 1s പ്ലേസിന്റെ അവിടെയും 10s പ്ലേസ് 100s പ്ലേസ് കറക്റ്റ് ആയിട്ടാണ് എഴുതുന്നത്. നമുക്ക് ഇവിടെ തന്നെ അത് കൂട്ടാൻ പറ്റും. 8 8 are 16, 16 plus 6 22 plus 8 30 0 3 റിമൈൻഡർ. അപ്പോൾ 3 plus 6 9 16 17 22 24 30 വീണ്ടും 0 വീണ്ടും 3 7 14 16 18 24 25 5 പിന്നെ 2 ആണ്. ബാക്കി നമുക്ക് 7 ഈസി ആയിട്ട് ടോട്ടൽ ആയിട്ട് 7500 കിട്ടി. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ടേബിൾ സ്കെയിൽ വെച്ച് വൃത്തിയായിട്ട് വരയ്ക്കാം. ഇനി മീൻ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ ഹൈറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആദ്യം നമ്മൾ കൂട്ടി വെക്കണം. അപ്പോൾ നോക്കുക, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് 8 plus 11 19 19 plus 5 24 plus 10 34 34 plus 8 42 42 plus 5 47 plus 3 50. ഇല്ലെങ്കിൽ നിങ്ങൾ നോർമൽ രീതിയിൽ ഇതായിട്ട് ആഡ് ചെയ്തിട്ട് രണ്ട് രീതിയിലും നിങ്ങൾ ചെയ്ത് നോക്കണം. കാരണം ഇവിടെ കണക്കുകൾ നമ്മൾ ആഡ് ചെയ്യുന്ന മൾട്ടിപ്ലൈ തെറ്റി നമ്മുടെ കണക്ക് മൊത്തം തെറ്റി വളരെ സിമ്പിൾ ആണ്. അപ്പോൾ 7550 ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. വളരെ എളുപ്പത്തിൽ വീണ്ടും ചെയ്യാം. 0 0 കട്ട് ചെയ്ത് പോയി 750നെ 500 ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 150 സെന്റിമീറ്റർ കിട്ടും. ഇത് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. 5 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. ഇതേപോലെ തന്നെ 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റൻ ഉണ്ട്. ഇത് നിങ്ങൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് 5 plus 2 plus 1 8 മാർക്ക് 1 വേർഡ് അടക്കം നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന ഒരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. സൈൻ ഔട്ട്.